Hi friends, welcome back to Menu's Taste of Home. ഇന്ന് ഞാൻ എൻ്റെ ഗാർഡനിലുണ്ടായ പൊട്ടറ്റോസും അത് യൂസ് ചെയ്തിട്ട് വളരെ ക്രിസ്പി ആയിട്ടുള്ള പൊട്ടറ്റോ ചിപ്സും ആണ് ഇന്നത്തെ വ്ളോഗിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. Potato. Look at this potato. Look, Mama, did you?
മീഡിയം സൈസ് പൊട്ടറ്റോ ഇവിടെ ഞാനൊരു 6 എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് പീൽ ചെയ്തെടുക്കാം. ഈ പൊട്ടറ്റോയുടെ കളർ ചേഞ്ച് ആവാതിരിക്കാനാണ് വെള്ളത്തിലിട്ട് വെക്കുന്നത്. ഇനി ബാക്കിയുള്ള പൊട്ടറ്റോസും പീൽ ചെയ്യാം. ഇനി ഈ പീൽ ചെയ്തിട്ടുള്ള പൊട്ടറ്റോ നമുക്ക് ഇതുപോലെ സ്ലൈസറിന്റെ ഒരു ബ്ലേഡ് വെച്ചിട്ട് നന്നായിട്ട് സ്ലൈസ് ചെയ്തെടുക്കാം. ഒരു ബൗൾ നിറച്ചും വെള്ളം ഒഴിച്ചു വെച്ചിട്ടുണ്ട്. ഇതിലേക്കാണ് പൊട്ടറ്റോ സ്ലൈസ് ചെയ്തിടുന്നത്. എല്ലാം സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. പൊട്ടറ്റോയ്ക്കകത്തുള്ള സ്റ്റാർച്ച് കണ്ടന്റ് ആണ് ഈ ഒരു വെള്ളത്തിലേക്ക് ഇറങ്ങിയിരിക്കുന്നത്. ഇനി ഇത് 2-3 തവണ നന്നായിട്ട് വാഷ് ചെയ്ത് ഇതിന്റെ സ്റ്റാർച്ച് കംപ്ലീറ്റ്ലി റിമൂവ് ചെയ്യാം. ഇതുപോലെ വെള്ളം ക്ലിയർ ആവുന്നത് വരെ വാഷ് ചെയ്തെടുക്കാം. ഇനി ഒരു സ്ട്രെയിനറിലൂടെ ഈ സ്ലൈസ് ചെയ്തിട്ടുള്ള പൊട്ടറ്റോയുടെ വെള്ളം തോരാനായിട്ട് മാറ്റി വെക്കാം. ഇനി ഒരു ഡ്രൈ ആയിട്ടുള്ളൊരു ടവലിലേക്ക് ഈ സ്ലൈസ് ചെയ്തിട്ടുള്ള പൊട്ടറ്റോ നമുക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇത് പെട്ടെന്ന് ഡ്രൈ ആയി കിട്ടുന്നതിനാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി മറ്റൊരു ടവൽ വെച്ച് ഇത് കവർ ചെയ്ത് 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. ഏകദേശം 15 മിനിറ്റ് കഴിഞ്ഞു. ഇപ്പോൾ പൊട്ടറ്റോ ഒരുവിധം ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇത്രയും മതി. ഇനി നമുക്കിത് ഓയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്യുന്നതിനായിട്ട് ഞാനിവിടെ ഒരു സോസ് പാനാണ് എടുത്തിരിക്കുന്നത്. നമുക്കിനി ഫ്ലെയിം ഓൺ ചെയ്യാം. പാൻ ഇപ്പോൾ ചൂടായി. ഇനി ഇതിലേക്ക് നമുക്ക് ഓയിൽ ചേർക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ചേർക്കുന്നത്. നിങ്ങൾ സാധാരണ ഫ്രൈ ചെയ്യുന്ന ഏത് ഓയിൽ വേണമെങ്കിലും യൂസ് ചെയ്യാം. ഓയിൽ ഇപ്പോൾ ചൂടായിട്ടുണ്ട്. ഇനി ബാച്ചായിട്ട് പൊട്ടറ്റോ ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം. മീഡിയം ഹൈ ഫ്ലെയിമിലാണ് ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. ലോ ഫ്ലെയിമിൽ ഇട്ട് കഴിഞ്ഞാൽ ആ ചിപ്സിൽ ഒത്തിരി ഓയിൽ തങ്ങി നിൽക്കും. അതുകൊണ്ടൊരു മീഡിയം ഹൈ ഫ്ലെയിമിൽ ഇട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കണം. ചിപ്സ് ഫ്രൈ ചെയ്യുന്ന ടൈമിൽ ഉപ്പ് ചേർക്കണം എന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളത്തിലൊന്ന് ഉപ്പ് മിക്സ് ചെയ്തിട്ട് അത് ഈ ഫ്രൈ ചെയ്യുന്ന ടൈമിലൊന്ന് തളിച്ചു കൊടുത്താൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ എല്ലാം ഫ്രൈ ചെയ്ത് കഴിഞ്ഞിട്ട് ഏറ്റവും ലാസ്റ്റ് വേണമെങ്കിലും ആഡ് ചെയ്യാം. 3 മിനിറ്റ് കൊണ്ട് തന്നെ ഈ പൊട്ടാറ്റോ ചിപ്സ് നല്ല ഫ്രൈ ആയിട്ട് വരും. ആ ടൈമിൽ ചിപ്സ് നന്നായിട്ട് ക്രിസ്പി ആയിട്ട് ഫീൽ ചെയ്യുമ്പോൾ നമുക്കിത് ഓയിലിൽ നിന്ന് എടുത്ത് മാറ്റാം. പൊട്ടാറ്റോ ചിപ്സിൻ്റെ കളർ ചേഞ്ച് ആവാതെ തന്നെ ഇത് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ എല്ലാ ബാച്ചും ഫ്രൈ ചെയ്തെടുക്കാം. സ്പാച്ചിൽ വെച്ചൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഒന്നൊന്നായിട്ട് ആ ഒരു ചിപ്സ് ഇങ്ങനെ വിട്ട് നമുക്ക് കിട്ടും. നമ്മുടെ പൊട്ടറ്റോ ചിപ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാ ബാച്ചും ഫ്രൈ ചെയ്തെടുത്തു. ഈ ചിപ്സ് വളരെ ക്രിസ്പിയാണ്. ഫ്രൈ ചെയ്ത ഉടനെ തന്നെ പാകത്തിനുള്ള ഉപ്പ് ചേർക്കാം. മുളക് പൊടി ഇഷ്ടമുള്ളവർക്ക് അതും ചേർക്കാം. അപ്പോൾ ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ പൊട്ടറ്റോ ചിപ്സ് ഇവിടെ റെഡിയായി. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇനി ഒരു പുതിയ റെസിപ്പി ആയിട്ട് വരാം. അതുവരേക്കും ബൈ ബൈ ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്.